ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെല്ലോഡസ് ഡയറീസ്. കുറേ ദിവസമായി ഞാൻ സ്റ്റഡി ബ്ലോഗ് അപ്ലോഡ് ചെയ്യുക, സ്റ്റഡി പ്ലാൻ ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ട്, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ബിക്കോസ് മെയിൻ റീസൺ ഞാൻ പഠിച്ചിട്ടേ ഇല്ല. നമ്മൾ പഠിച്ചാലേ സ്റ്റഡി ബ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഇന്ന് കുറച്ച് പ്രൊഡക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചു. ഞാൻ അവസാനമായിട്ട് സ്റ്റഡി വിത്ത് മീ കെമിസ്ട്രിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇന്നാണ് ഞാൻ ബുക്ക് തുറക്കുന്നത്. ഏകദേശം ഒരു 4 ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട്, പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ടു ഡു ലിസ്റ്റ് എഴുതാന്നുള്ള കാര്യമാണല്ലോ. അപ്പോൾ എന്തായാലും ടു ഡു ലിസ്റ്റ് എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ജസ്റ്റ് ഫോൺ എടുത്ത് നോക്കിയിട്ട് എന്തൊക്കെയാണ് എഴുതാനുള്ളതെന്നൊക്കെ നോക്കിയത്. സൈലത്തിൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആപ്പിൽ, പക്ഷെ ഞാൻ ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അനൗൺസ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിന് ശേഷം ഞാൻ പരിസരത്തേക്കേ പോയിട്ടില്ല. പിന്നെ ഞാൻ വേഗം ടു ഡു ലിസ്റ്റ് എഴുതി. പിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന സംഭവമാണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ, ഞാൻ കെമിസ്ട്രി വീഡിയോയിൽ ഒട്ടിച്ച ടു ഡു ലിസ്റ്റ്. അതങ്ങനെ തന്നെ ഉണ്ട്, അതിലൊരു ടിക്ക് പോലും മാർക്ക് ചെയ്തിട്ടില്ല. ആ വീഡിയോയിൽ കാണിച്ച കുറച്ച് പോർഷൻ മാത്രം ഞാൻ കെമിസ്ട്രി എന്ന ക്ലാസ് കണ്ടു. അതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ബുക്ക് എടുക്കുന്നത്. പിന്നെ ടിക്കൊന്നും ചെയ്യാനുള്ളത് പറിച്ച് കളയാൻ കുറച്ചൊക്കെ വിഷമമുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം പ്രൊഡക്റ്റീവ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതേ പൊസിഷനിൽ തന്നെ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് എടുത്ത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പ്രത്യേകിച്ച് വലിയ പ്ലാനിങ് ഒന്നും ഇല്ല, ബിക്കോസ് കുറേ നോട്ട്സൊക്കെ എഴുതാനുണ്ട് സ്കൂളിൽ. കുറേ നോട്ട് സബ്മിഷൻ ഉണ്ട്, ഒന്നിനെ ഞാൻ നോട്ട് എഴുതിയിട്ടില്ല. അപ്പോൾ പിന്നെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാനുണ്ട്, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ടു ഡു ലിസ്റ്റിൽ എഴുതിയിരിക്കണേ. അപ്പോൾ അതൊക്കെ ഇന്നിരുന്ന് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഞാൻ വേഗം സൈലത്തിൽ ക്ലാസ് വെച്ചു. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് സൈലത്തിൽ യൂട്യൂബ് ലൈവിലും അതുപോലെ തന്നെ സൈലം ആപ്പിലും ആക്സസബിൾ ആയിട്ടുള്ള ലൈവാണ്. അപ്പോൾ ഇത് പബ്ലിക് ലൈവാണ്. നിങ്ങൾ അസ്ത്ര ബാച്ചിൽ ഇല്ലെങ്കിലും ആപ്പിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ലൈവ് കാണാൻ പറ്റും. സോ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ SS1 സെക്കൻഡ് ലെസൺ ആയിട്ടുള്ള ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടർണിറ്റി എന്നുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ ലൈവ് മാത്രം ആയിരുന്നില്ല, ഇത് ഏകദേശം 3-4 ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ് ആയിരുന്നു. പക്ഷെ ഞാൻ ആകെ അരമണിക്കൂറേ ഞാൻ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ സോഷ്യൽ നോട്ട്സ് ഒന്നും എഴുതാറേ ഇല്ല ക്ലാസ് കാണുമ്പോൾ. പക്ഷെ അമീൻ സാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ക്ലാസ് കാണുമ്പോൾ നോട്ട്സ് ഒക്കെ എഴുതണം എന്നൊക്കെ. പക്ഷേ SS1 ഞാൻ ഫസ്റ്റ് ലെസൺ ആയിട്ടുള്ള ഹ്യൂമാനിസത്തിൻ്റെ നോട്ട്സ് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഓൾറെഡി ആപ്പിൽ കഴിഞ്ഞു പോയ ക്ലാസ് ആയിരുന്നു. ആപ്പ് ലൈവിൽ ഈ ചാപ്റ്ററൊക്കെ എടുത്ത് കഴിഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴൊക്കെ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ക്ലാസ് ഓണാക്കി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കേൾക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിനൊന്നും നോട്ട് എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നോട്ട് എഴുതി. പിന്നെ നോട്ട് എഴുതാൻ ഏറ്റവും മെയിൻ റീസണായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ അതിൽ കുറച്ചുകൂടി എൻഗേജ്ഡ് ആവുമെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. നമ്മളെല്ലാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് മൊത്തം മറക്കും. പക്ഷെ ആ നോട്ട് നമ്മൾ തന്നെ എഴുതിയതായതുകൊണ്ട് തന്നെ പിന്നെ അത് മറിച്ച് നോക്കുമ്പോൾ ആ ക്ലാസ് കണ്ടതൊക്കെ കുറച്ചുകൂടി ഓർമ്മ വരുന്ന പോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസം ഞാൻ നോട്ടൊന്നും എഴുതാറില്ല. പിന്നെ ഇപ്പോൾ എക്സാമിന് ഏകദേശം ഒരാഴ്ചയേ ഉള്ളൂ. എല്ലാവരും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കണു. ഞാൻ പക്ഷേ പഠിച്ച് തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏകദേശം ഈ കുറച്ച് ദിവസമായിട്ട് മൈൻഡ് ഫുള്ള് ബ്ലാങ്കാണ്. പിന്നെ കഴിഞ്ഞ വർഷം വരെ ഞാൻ എക്സാമിൻ്റെ തലേദിവസം ബുക്ക് തുറക്കണ ഒരു കാറ്റഗറിയിലുള്ളൊരു കുട്ടിയാണ്. പിന്നെ ഈ വർഷം കുറച്ച് പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ആദ്യത്തെ ഈ ഒരു 2 മാസം നമ്മൾ 10th-ലായി എന്നുള്ള ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റിൽ നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ചെറുതായിട്ട് ഞാൻ എൻ്റെ കാര്യത്തിൽ പറയാണ്, കുറച്ച് ഡൗൺ ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. പക്ഷേ എന്തായാലും നമ്മൾ ഫസ്റ്റ് ടേം എക്സാമിൽ നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. അപ്പം നിങ്ങളും നല്ല രീതിക്ക് പഠിക്കുക. പിന്നെ ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവരാണെങ്കിൽ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എനിക്കും നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കോൺഫിഡൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ എക്സാമിന് ഒരു വീക്ക് കൂടെ ബാക്കിയുള്ളൂ. ഞാൻ ഇതുവരെയും പഠിച്ച് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സൈലത്തിൽ ഇത്രയും ദിവസത്തെ പബ്ലിക് ലൈവ് ഒന്നും കണ്ടിട്ടില്ല. അതൊക്കെ കണ്ട് തീർക്കണം എന്നുണ്ട്. പിന്നെ ഇന്ന് മുതൽ സൈലത്തിൽ പുതിയൊരു സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് മൺഡേ ആണല്ലോ, അപ്പോൾ ഇന്ന് മുതലുള്ള ഒരു വീക്കിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ടുള്ള ലൈവാണ്. അപ്പോൾ എല്ലാവരും അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നാളെ മുതൽ എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഇന്ന് രാത്രി ആയതുകൊണ്ടാണ് ഞാൻ ഇന്നെന്ന് പറയാത്തത്. പിന്നെ ഇന്നത്തെ വീഡിയോ കുറച്ചധികം ലെങ്തിയാണ്, അതെനിക്ക് മനസ്സിലായി. പിന്നെ എഡിറ്റിങ്ങിലും കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അന്നേരം ബുക്കൊക്കെ എടുത്ത് വെച്ച് പോയി കിടന്നുറങ്ങി. ഇന്നെന്തായാലും അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.